Hi, good morning, friends. Digital marketing tools and techniques like ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു യൂട്യൂബ് ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്നും അല്ലേ? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ മിക്കവാറും റിപ്പോർട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളിനെ പറ്റിയാണ്. മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് PPT നമ്മൾ പറയും. PPT അതിനെ പറ്റിയൊരു ചെറിയൊരു ടിപ്പാണ് ഇന്ന് തരാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു PPT പ്രസൻറ്റേഷൻ എങ്ങനെ വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യാം, ഒരു വീഡിയോ ഫോർമാറ്റിലോട്ട് എങ്ങനെ അതിനെ കൺവേർട്ട് ചെയ്യാം എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കാം. ഫസ്റ്റ് നമ്മളൊരു PPT ഓപ്പൺ ചെയ്യുക, ബ്ലാങ്ക് PPT ടെംപ്ലേറ്റ്. ഓക്കെ, നമുക്ക് സൈഡിൽ കുറേ ഡിസൈൻ ഐഡിയാസ് വരുന്നുണ്ട്. നമുക്ക് അതിൽ ഡിസൈൻ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇതാ എനിക്ക് ഇഷ്ടപ്പെട്ട ഇത് ഞാൻ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഡമ്മി ആയിട്ടുള്ള ടെക്സ്റ്റ് അടിച്ചു കൊടുക്കുക. സ്ലൈഡ് 1 എന്നോ എന്തെങ്കിലുമൊക്കെ. ഓക്കെ, ഇനി അടുത്തൊരു സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യുക. ഒരു സ്ലൈഡ് ക്രിയേറ്റ് ചെയ്തു, അതിന് നമ്മൾ എന്തെങ്കിലും ഒരു ഡിസൈൻ കൊടുക്കുക. എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്യുക, സ്ലൈഡ് 2 കൊടുക്കുക. ഓക്കെ, നമുക്ക് 2 സ്ലൈഡ് മതി, എന്നാൽ ഒരു സ്ലൈഡ് ക്രിയേറ്റ് ചെയ്തേക്കാം അല്ലേ? ഡിസൈൻ ഐഡിയാസ് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്യാം, സ്ലൈഡ് 3 തന്നെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 3 സ്ലൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ ഒരു വീഡിയോ ആയിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, അപ്പോൾ മുകളിൽ കുറേ മെനൂസ് കാണാം. ഫയൽ, ഹോം, ഇൻസേർട്ട്, ഡിസൈൻസ് എന്ന് പറഞ്ഞ കുറേ മെനൂസ് കാണാം. അപ്പോൾ നമ്മൾ ആ ഫയൽ എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ താഴോട്ട് പോകുമ്പോൾ എക്സ്പോർട്ട് എന്ന ഓപ്ഷൻ കാണാം. ഫയൽ ക്ലിക്ക് ചെയ്തു താഴെ കൊണ്ടുപോകും. എക്സ്പോർട്ട് എന്ന ഓപ്ഷൻ കാണാം, അതേ ക്ലിക്ക് ചെയ്യുക. അതേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കുറേ ഓപ്ഷൻ കാണാം. ഏത് ഇതിലാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്? PDF ആയിട്ടാണോ, ക്രിയേറ്റ് PDF ആണോ, ക്രിയേറ്റ് വീഡിയോ ആണോ, ക്രിയേറ്റ് ആനിമേറ്റഡ് GIF ആണോ, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്രിയേറ്റ് എ വീഡിയോ, അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ക്രിയേറ്റ് എ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് എ വീഡിയോ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറെയും കുറേ ഓപ്ഷൻസ് വരും. ഫുൾ HD വേണോ, ഡോണ്ട് യൂസ് റെക്കോർഡർ ടൈമിങ്സ് ആൻഡ് നരേഷൻസ് വേണോ. ഇതൊക്കെ ബൈ ഡിഫോൾട്ട് ആയിട്ടുള്ളത്, നമ്മളിപ്പം ഡിഫോൾട്ട് ആയിട്ടുള്ള ഇത് തന്നെ ചെയ്തു പോകാം. നമ്മൾ ബേസിക് ആയിട്ടുള്ള പഠിക്കുകയാണ്. പിന്നുള്ളത് സെക്കൻഡ് സ്പെൻഡ് ഓൺ ഈച്ച് സ്ലൈഡ്, അതായത് ഒരു സ്ലൈഡ് എത്ര സെക്കൻഡ് വരെ കാണിക്കണമെന്നത്. നമുക്ക് 3 സ്ലൈഡാണല്ലോ, അപ്പോൾ ഇപ്പോൾ 5 കിടക്കുന്നത്. അപ്പോൾ 5 സെക്കൻഡ്, ഒരു സ്ലൈഡ് 5 സെക്കൻഡ് എന്ന് പറയുമ്പോൾ മൊത്തം 3 സ്ലൈഡ് വരുമ്പോൾ 5 × 3 15 സെക്കൻഡ്സ് ആയിരിക്കും ടോട്ടൽ വീഡിയോയുടെ ഡ്യൂറേഷൻ. അപ്പോൾ ഞാനിത് ഇച്ചിരി കുറയ്ക്കുക, വന്നിട്ട് 3 സെക്കൻഡ് ആക്കി ഒരു സ്ലൈഡിൻ്റെ ഡ്യൂറേഷൻ. അപ്പം ടോട്ടൽ വീഡിയോയുടെ 3 സ്ലൈഡ് ഉണ്ട്. അപ്പം 3 × 3 9 സെക്കൻഡ്സേ വീഡിയോ കാണത്തുള്ളൂ. ഇനി നമ്മൾ ക്രിയേറ്റ് വീഡിയോ എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് വീഡിയോ. ഓക്കെ, ക്രിയേറ്റ് വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഈ ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. ഞാൻ PPT എന്നുള്ള ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. വീഡിയോ, PPT വീഡിയോ. ഓക്കെ, നമ്മൾ സെലക്ട് ചെയ്തു, സേവ് ചെയ്യുക. അപ്പോൾ നമുക്ക് താഴെ നോക്കാമെങ്കിൽ ഈ PPT താഴെയായിട്ടൊരു പ്രോഗ്രസ് ബാർ കാണാം. വീഡിയോ കൺവേർട്ട് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. 5 or 10 സെക്കൻഡ് എടുക്കും. ചെറിയ വീഡിയോ ആണ്, 10 സെക്കൻഡ് കൊണ്ട് കഴിയും. ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുക. തീർന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ആ ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കാം. PPT ഇതാണ്, ഇവിടെയാണ് നമ്മുടെ ഫയൽ സേവ് ആക്കുന്നത്. കണ്ടോ, നമ്മളൊരു വീഡിയോ ഫോർമാറ്റ് ഇത് കിടക്കുകയാണ്. കണ്ടോ? ഓക്കെ, ഉണ്ട്, MP4 ഫയലായിട്ട് കിടക്കുന്നത്. അങ്ങനെ ക്ലിക്ക് ചെയ്ത് നോക്കിയോ, പ്ലേ ചെയ്യാം. കണ്ടോ, നമ്മൾ ക്രിയേറ്റ് സ്ലൈഡുകളാണ്, വീഡിയോ ആയിട്ടുണ്ട്. 3 സെക്കൻഡ്, സെക്കൻഡ് സ്ലൈഡ് 3 സെക്കൻഡ്, തേർഡ് സ്ലൈഡ് 3 സെക്കൻഡ്, മൊത്തം 9 സെക്കൻഡ് നമ്മുടെ വീഡിയോ ആയിട്ട് കൺവേർട്ടായി. എങ്ങനെയുണ്ട്? എളുപ്പമല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു വീഡിയോ എന്നുള്ള ഇതിൽ കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് വരുന്നവർ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട, കാരണം ഞാൻ ഇനി പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് എത്തിക്കൊള്ളും. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയായിട്ട് ഉടനെ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അതുവരെ പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. ബൈ.